നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അമ്മ പറയുന്നതെല്ലാം അനുസരിച്ച് ഞാൻ ഇനി ജീവിക്കുള്ളൂ. കഴിഞ്ഞതൊക്കെ മറന്ന് അമ്മ എനിക്ക് മാപ്പ് തരണം. അല്ലാതെ ഞാൻ ഈ കാലിന്ന് പിടിവിടില്ല. നീ എന്റെ കാലിന്ന് വിട്, കാലിന് വേദനിക്കുന്നു, വിട്. ഓഹോ, ആശുപത്രി പരിസരത്തേക്ക് വന്നു പോരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ, എന്നിട്ടും വലിഞ്ഞേറി വന്നിരിക്കുകയാണോ? ചെയ്തു പോയ തെറ്റുകൾക്ക് അമ്മയുടെ മാപ്പിറക്കാൻ വേണ്ടി വന്നതാ ഞാൻ. മാപ്പിരന്നാൽ തീരാവുന്ന തെറ്റുകളല്ല അമ്മ അഞ്ജിതയും കൂടെ ചെയ്തത്. നാണമില്ല അമ്മേ ഇങ്ങനെ മുത്തശ്ശിയുടെ കാല് വീഴാൻ? മാപ്പിറക്കാൻ പോലുള്ള അവകാശം എനിക്കില്ലേടാ. ഉണ്ടാവുമായിരുന്നു. അന്യ ഒരുത്തി മുത്തശ്ശിയോട് മോശമായിട്ട് പെരുമാറുന്നത് വെറുതെ നോക്കി നിന്നതിന് മാപ്പ് കിട്ടില്ല. അങ്ങനെ അമ്മ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞിട്ട് വേണോ? മനസ്സിൽ അതുണ്ടാക്കിയ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതല്ല. അഞ്ജിതയുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ പദ്ധതികൾ ഒരുക്കിയിട്ട് അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് ശരിയല്ല. എടാ, നിന്നേക്കാൾ കൂടുതൽ അമ്മയോട് സ്നേഹം കരുതലൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടാ വന്നത്. സ്നേഹവും കരുതലും ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. ആ ദിയയുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എനിക്ക് മനസ്സിലാവും. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. നീ ഇങ്ങനെയൊന്നും പറയല്ലേ നന്ദ. ഞാൻ പറയും. ആ പെണ്ണുണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങളുടെയും സൂത്രധാര. അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. മുത്തശ്ശി ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങട്ടെ. അമ്മേ ഓടി അമ്മ. നീ പറഞ്ഞതേ അവിടെ ഉള്ളിലെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് മോനെ ആണത്വം. വീട്ടിൽ ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ആണുങ്ങൾ കീഴടങ്ങി കിടക്കുന്നിടത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. അസൂയയും കൊനഷും മാത്രമേ ഉണ്ടാകൂ. അവരെ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. എന്തായാലും ഇവിടെ വരെ വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചതല്ലേ, അല്പം കരുണ അമ്മയോട് കാണിക്കാമായിരുന്നല്ലോ. എന്റെ മോളെ, നീ എന്താ വിചാരിച്ചേ? രോഹിണി കുറെ ആശയങ്ങളുമായിട്ടാ അവളുടെ മാപ്പ് പറയാൻ വന്നിരുന്നത്. എനിക്കറിയില്ലേ അവളെ? എന്റെ കാല് പിടിക്കാനല്ല, എന്റെ കാല് വാരാൻ അവിടെ ഉദ്ദേശം. അവിടെ ചെന്നു കഴിഞ്ഞാലേ എല്ലാ കാര്യങ്ങൾക്കും ഒരടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇടുന്ന ഡ്രസ്സുകൾ അതാത് ദിവസം വാഷിങ്ങിന് കൊടുക്കണം. ബ്രഷും പേസ്റ്റും സോപ്പും ഒക്കെ അതാതിന്റെ സ്ഥാനത്ത് തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ. അല്ല, മുത്തശ്ശൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ ചെല്ലുമ്പോ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതാ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ വീട്ടിൽ താമസിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതിന് നിളയുടെ താമസിക്കാൻ വരുന്നതിന് നിളയുടെ അച്ഛനും സമ്മതിക്കണ്ടേ? അതിന് ശിവദാസങ്ങൾ സമ്മതിക്കുമല്ലോ. ശിവദാസങ്ങൾ സ്ഥലത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, അലോകിനൊരു ചേഞ്ചിന് വേണ്ടിയല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയാ എനിക്ക് ഇഷ്ടമാണ് മുത്തശ്ശ. ആ, അതറിയാവുന്നതുകൊണ്ടാണല്ലോ മുത്തച്ഛൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ദേ ഫോൺ. ആ, ഹലോ മോളെ. യാത്രയ്ക്ക് റെഡിയായോ മുത്തശ്ശനും മോനും? ചേച്ചി മോനോടാ ചോദിക്കുന്നത്, മറുപടി പറ. ഹലോ, ഞങ്ങൾ എപ്പോഴാ റെഡി. ചേച്ചി വരുന്നില്ലേ ഞങ്ങളവിടെ? ചേച്ചിക്ക് ഇവിടെ അല്പം ജോലി ഉണ്ടല്ലോ മോനെ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. ചേച്ചി തനിയെ അങ്ങോട്ട് വന്നാ മതി, ഞാനുണ്ടാവും അവിടെ. ശരി, ചേച്ചി അങ്ങോട്ട് വരാം. പിന്നെ അവിടെ ചെന്നാലേ നല്ല മര്യാദക്കാരനായിട്ടിരിക്കണം. ഷാഠ്യം പിടിച്ച് ബഹളമൊന്നും ഉണ്ടാക്കരുത്. കുറുപ്പമ്മാവനൊരു പാവമാണ് കേട്ടോ. ഞാൻ ഷാഠ്യമൊന്നും പിടിക്കില്ല. നിള ഷാഠ്യം കാണിക്കാതിരുന്നാ മതി. ഫോൺ ഇങ്ങനെ തന്നെ മോനെ. മോളെ, വക്കീൽ സ്വാമിനാഥൻ സാർ എന്തു പറയുന്നു? ഹൈക്കോടതിയിലെ ജാമ്യ ഹർജി എപ്പോഴാ കൊടുക്കുന്നത്? ഹൈക്കോടതിയില് ജാമ്യ ഹർജി കൊടുത്തു. അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ, അപ്പോ വലിയ കാലതാമസം ഇല്ലാതെ സംഗതി നടക്കുമല്ലേ? അത് മുൻഗണന ക്രമത്തിലെ പരിഗണിക്കുള്ളൂ.
പിന്നെ സ്വാമിനാഥൻ സാറിന് അവിടെയുള്ള സ്വാധീനം വെച്ച് ഒന്ന് പുഷ് ചെയ്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വേഗം സാധിച്ചു കിട്ടിയ വലിയ ആശ്വാസമായേനെ. ശരി മുത്തശ്ശ, ഞാൻ വിളിക്കാം. ശരി മോളെ. കേസിന്റെ പുരോഗതി എത്രത്തോളമായി? പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സാർ. എന്താണ് പുതിയ ഡെവലപ്മെന്റ്? ബോഡി കടന്നിരുന്ന സ്ഥലത്ത് വളരെ നിശിതമായ ഒരു തിരച്ചിലൂടെ നടത്തിയിട്ടുണ്ട് സാർ. എന്നിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന അന്വേഷണത്തിന് വളരെ സഹായകമാകുന്ന ഒരു തൊണ്ടി കിട്ടിയിട്ടുണ്ട്. എന്താണത്? ഒരു ബാങ്കിന്റെ ലോക്കർ കീയാ. അത് ഈ ദിവസങ്ങൾക്കിടയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതാണെങ്കിലോ? അങ്ങനെ ആവില്ല സാർ. തീയേറ്റ് അത് അല്പം കരിഞ്ഞിട്ടുണ്ട്. ജഡം കിടന്നതിന് ഒട്ടും അകലെയല്ലാതെ കരിഞ്ഞ പുല്ലുകൾക്കിടയിലാണ് അത് കിടന്നിരുന്നത്. ഓക്കെ, എന്നാലും അന്നെന്താ ഈ വസ്തു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നത്? അത് യാദൃശ്ചികം. ഏത് ബാങ്കിന്റേതാണ് ലോക്കർ കീ? ബാങ്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മെർക്കന്റൈൻ ബാങ്ക്, കണ്ണമൂല. ആരുടെ അക്കൗണ്ടാണെന്ന് അന്വേഷിച്ചു? അന്വേഷിച്ചു സാർ. അതൊരു ഫേക്ക് അക്കൗണ്ടാണ്. മേൽവിലാസക്കാരനെ തിരഞ്ഞതാണ്. അങ്ങനെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോൺ നമ്പറിൽ ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല. ആ വഴിക്കുള്ള അന്വേഷണം നടത്തണ്ട, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. അക്കൗണ്ട് ഹോൾഡറെ കണ്ടുപിടിച്ചേ പറ്റൂ. യെസ് സർ. വീഡിയോ ക്ലിപ്പ് ജെനുവിൻ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ വീഡിയോ സംഭവ സ്ഥലത്ത് വെച്ച് പകർത്തിയവർ മർഡറിന് പിന്നിലുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അക്കാര്യം സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യണം. അവിടെ പ്രധാനമായിട്ടും ഒരു സംശയം ഉയരുന്നുണ്ട് സർ. മർഡർ നടത്തിയവരാരെങ്കിലും അവർക്ക് തന്നെ എതിരാകാനിടയുള്ള വീഡിയോ ക്ലിപ്പ് എസ്ഐയുടെ ഫോണിലേക്ക് അയക്കൂ. വീഡിയോ എടുത്തയാൾ അത് പകർത്തിയെന്നല്ലാതെ മർഡറിൽ പങ്കാളിയാവുന്നത് എങ്ങനെ? ഒരു പകുതി സംശയം അയാളുടെ മേലെയും വയ്ക്കാം. അത് മാത്രമല്ല സർ, പോലീസിന്റെ അന്വേഷണത്തിന് സഹായകമാകാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടെ അയച്ചതാകാനും മതി. സ്വയം താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ തികച്ച നിഗമനങ്ങളാണ്. എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിന് സഹായകമാകണമെങ്കിൽ അത് അയച്ച ആളെ കണ്ടെത്തുക തന്നെ വേണം. വളരെ സീരിയസ് ആയി തന്നെ ഞാനത് അന്വേഷിക്കുന്നുണ്ട് സർ. ആ നമ്പർ ട്രേസ് ചെയ്തു. നെറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉള്ള ഒരു സ്വകാര്യ നമ്പറിൽ നിന്നാണ് ആ വീഡിയോ അയച്ചിട്ടുള്ളത്. ഇതുവരെ ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സർ. സൈബർ സെൽ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ കേസിന്റെ ക്യാൻവാസ് വിപുലമായി കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല. നന്ദിതയുടെ വീട്ടുമുറ്റത്ത് കുത്തേറ്റ് വീണിട്ട് അവൻ തനിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാണോ, അല്ലെങ്കിൽ ഒരു സംഘം അവനെ അവിടെ നിന്ന് എടുത്ത് കടത്തിക്കൊണ്ടു പോയതാണോ? അതറിയണമെങ്കിൽ ആ വീഡിയോ പകർത്തിയവനെ കയ്യിൽ കിട്ടണം. പിന്നെ ചുറ്റുപാടുമുള്ള CCTV ഫൂട്ടേജും തറവായിട്ട് ചെക്ക് ചെയ്യണം. അടുത്ത പരിസരങ്ങളിൽ CCTV സ്ഥാപിച്ചിട്ടില്ല സർ. 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTVകളാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ കൊല്ലപ്പെട്ടവന്റെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിലെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഒരു നമ്പർ പോലും വിടാതെ ചെക്ക് ചെയ്യണം. അയച്ചിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതുമായ മെസ്സേജുകളും ഒഴിവാക്കണ്ട. ശരി സർ. ഡൺ. ഓക്കെ. സദാസമയം സമൻസും നോക്കി വായിച്ചു പഠിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ദേ, അതിനാവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഓ, ദേവ് ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ. ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇണക്കി വരിക. ജാമ്യം എടുക്കാൻ 2 ആള് വേണം. ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരാളെ കൂടി സംഘടിപ്പിക്കണം. ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്ത കാര്യല്ലേ. അങ്ങനെ ഇങ്ങനെയൊന്നും ജാമ്യം നിൽക്കാൻ ആരും തയ്യാറാവില്ല. ധോണി, നിനക്കിങ്ങനെ നെഗറ്റീവ് പറയാതിരുന്നൂടെ?